ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് മൂസ് ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതിൽ ഞാൻ മുട്ടയൊന്നും ചേർക്കാതെയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ കൊക്കോ പൗഡർ വെച്ചാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് കൊക്കോ പൗഡർ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഹീറ്റ് പ്രൂഫ് ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ബ്രാൻഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് പാൽപ്പൊടിയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ സാധാ ചോക്ലേറ്റ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചോക്ലേറ്റ് കയ്യില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെത്തഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒരു 1-2 മിനിറ്റ് ചൂടാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് അടുപ്പിൽ വെക്കാത്തത് വളരെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള വിപ്പിംഗ് ക്രീം വേണം ഒഴിച്ചു കൊടുക്കാൻ. കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കുന്നതിന് പകരം കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് ചൂടാക്കി അതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ വെച്ച് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്താൽ കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഏകദേശം 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചില്ല് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് വിപ്പായതിന് ശേഷം നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അഥവാ നിങ്ങളുടെ വിപ്പിംഗ് ക്രീം ഓൾറെഡി ഷുഗർ ചേർത്തിട്ടാണ് വരുന്നതെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ചുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇവിടെ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കൊക്കോ പൗഡർ മിക്സിനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതും കൂടി നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് എല്ലാം കൂടി മിക്സായി വരും. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ സെർവ് ചെയ്യാൻ പോകുന്ന ബൗളിലേക്ക് ഒഴിച്ച് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ലൈറ്റായിട്ട് ഒരു വെളിച്ചെണ്ണയുടെ അല്ലെങ്കിൽ ഒരു തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിപ്പിംഗ് ക്രീം ചൂടാക്കി അതിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. ഞാനിവിടെ സ്റ്റാർ നോസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഫ്രീസറിൽ കൊണ്ടുവച്ച് സാധാരണ ഐസ്ക്രീമിൻ്റെ ആ ഒരു പാകത്തിൽ എടുക്കരുത്. ഇത് വേറെ തന്നെ ഒരു സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് അഥവാ സെറ്റ് ആവുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്താൽ മതി. ഒരുപാട് സമയം വെച്ച് പോകരുത്. അപ്പോൾ ഹാർഡായി പോവും. അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ആയതിനു ശേഷം അതിൻ്റെ ആ ഒരു പാകം കാണിച്ചു തരാം. അപ്പോൾ ഞാനിതൊന്ന് തണുപ്പിക്കാൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്ട്രോബെറിയുടെ പീസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു പാകത്തിൽ തന്നെ കഴിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക് യു.